സൈനിക നടപടികൾ മേഖലയിൽ തുടരുകയാണ്. പക്ഷേ വാർത്തയിലേക്കാണ്. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. 13ാം സ്പോട്ടിലെ പരിശോധനയിൽ അസ്ഥികൾ കണ്ടെത്താനായില്ലെങ്കിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന നിർത്തിവെക്കും. സാക്ഷിയെ നുണ പരിശോധന നടത്തുന്നത് അടക്കം SITയുടെ പരിഗണനയിലുണ്ട്. മുഹമ്മദ് റയീസ് ചേർന്നു. റയീസ്, പരിശോധന തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. ഇന്നലെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അടക്കം എത്തിച്ച് ഏറ്റവും നിർണായകമായ 13ാം സ്പോട്ടിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ കുഴിച്ച് 8 അടി കുഴിച്ചപ്പോഴേക്ക് വെള്ളം കണ്ടതോടെ അതും നിന്നു. ഇനി എന്താണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്? ഇനി എങ്ങനെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന? ധർമ്മസ്ഥലയിലെ മണ്ണ് മാറ്റിയുള്ള പരിശോധന അതിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഈ സാക്ഷി ആദ്യഘട്ടത്തിൽ മാർക്ക് ചെയ്തു കൊടുത്തത് 13 സ്പോട്ടുകളാണ്. അതിനപ്പുറം 16 സ്പോട്ടുകൾ ഇപ്പോൾ SIT സംഘം പരിശോധിച്ചു കഴിഞ്ഞു. അവിടെയൊക്കെ ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ 6ാം സ്പോട്ടിൽ നിന്നും ഒപ്പം തന്നെ 14ാം സ്പോട്ടിൽ നിന്നുമാണ് അസ്ഥികൾ ലഭിച്ചത്. പക്ഷേ ഈ അസ്ഥികളൊക്കെ പുരുഷന്മാരുടേതാണ്. ഈ ശുചീകരണ തൊഴിലാളിയുടെ ആരോപണം അദ്ദേഹം സ്ത്രീകളുടെ മൃതദേഹമാണ് അധികമായി കുഴിച്ചിട്ടത്. ഏതാണ്ട് 300ഓളം മൃതദേഹങ്ങൾ അത്തരത്തിൽ താൻ കുഴിച്ചിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. അതും ഈ പീഡനത്തിനിരയായ സ്ത്രീകളുടെ, ബലാത്സംഗത്തിനിരയായ സ്ത്രീകളുടെ മൃതദേഹമൊക്കെ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ള തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചില്ല. അതിനപ്പുറത്തേക്ക് സർക്കാരിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഏറുകയാണ്. അത് മുഖ്യമന്ത്രിക്ക് മേൽ പാർട്ടിയുടെ, കോൺഗ്രസിന്റെ MLA-മാരുടെ തന്നെ സമ്മർദ്ദമുണ്ട്. മാത്രമല്ല BJP ഈ വിഷയത്തിനെ വലിയ തോതിൽ ഇപ്പോൾ ഏറ്റെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണം ആരംഭിച്ച് 14 ദിവസം ആകുന്നു. കുഴിച്ചുമാന്തിയുള്ള പരിശോധന 14 ദിവസമാകുന്നു. അപ്പോൾ എന്ത് ലഭിച്ചു, എന്താണ് അന്വേഷണത്തിന്റെ പുരോഗതി എന്നുള്ളത് ആഭ്യന്തരമന്ത്രി നിയമസഭയെ അറിയിക്കണമെന്നാണ് BJPയുടെ പ്രധാന ആവശ്യം. അത് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് തനിക്ക് നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ആഭ്യന്തരമന്ത്രി സഭയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഇത് ക്ഷേത്രത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ടായ ഒരു ആരോപണവും അതിനെ തുടർന്നുണ്ടായ അന്വേഷണ പ്രതിസന്ധിയിലാണ്. ഈ പറഞ്ഞ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിടത്തൊന്നും കാര്യമായ ഒന്നും ലഭിച്ചിട്ടുമില്ല. ഇനി എങ്ങനെ